ദൈവത്തിന് സ്തോത്രം. എല്ലാ ദൈവമക്കളും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞാനൊരു സാക്ഷി പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നലെ ഉച്ച തൊട്ട് എൻ്റെ വയറ്റിനകത്തൊരു അസ്വസ്ഥത, ലൂസ് മോഷൻ തുടങ്ങി. എന്താ കാര്യമെന്നറിയില്ല. പകലൊക്കെ 3-4 പ്രാവശ്യം പോയി, രാത്രി കിടക്കുന്നതിന് മുമ്പേ പോയി. എന്നാൽ ആഹാരം കുറച്ച് കഴിച്ചുകൊണ്ട് അത്ര ക്ഷീണം തോന്നിയില്ല. രാത്രി കിടന്നുറങ്ങി. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റു. പ്രാർത്ഥിക്കാൻ വിചാരിച്ചിരുന്നു. അന്നേരം മുതൽ 3-4 പ്രാവശ്യം പോയി. പിന്നെ രാവിലെ എഴുന്നേറ്റതിന് ശേഷവും അങ്ങനെ വെള്ളം പോകുന്ന പോലെ അങ്ങ് ലൂസ് മോഷൻ പോവുകയാണ്. വയറിനകത്ത് വേദന എടുത്തിട്ട് ടിഫിനൊക്കെ ഉണ്ടാക്കണം. ഞാൻ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ തളർച്ചയുണ്ടായി. ആ സമയത്ത് ഞാൻ ഓൺലൈനിലൊരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴേ ബാത്റൂമിൽ പോകേണ്ട അവസ്ഥ വന്നപ്പോൾ പോയി. അവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വയറ്റത്ത് കൈവച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്ക് സൗഖ്യം തരണമേ. ആ സമയത്ത് ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ സൺഡേയിലാണെങ്കിൽ സഹോദരിമാരെ വചനം പഠിപ്പിച്ചപ്പോഴേ അവരോട് പറഞ്ഞു, ദൈവവചനം പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വാ കൊണ്ട് ഏറ്റു പറയണം. ആ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. ആ വചനം കർത്താവ് എന്നെ ഓർപ്പിച്ചു. ഞാൻ എൻ്റെ ഈ അവസ്ഥയിൽ ദൈവത്തോട് ആ വചനം പറയാൻ തുടങ്ങി. ഏത് വചനമാണ് പറഞ്ഞതെന്നറിയാമോ? റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ അസുഖം വന്നത് നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ്. അതുപോലെ ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, വിശ്വസിക്കുന്നു. ഈ വചനം കുറേ നേരം ഞാൻ എൻ്റെ വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. ഇത് നന്മയ്ക്കാണ് കർത്താവേ ഈ രോഗം വന്നത്. നിനക്ക് നന്ദിയോടെ സ്തോത്ര 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 എന്ന് പറഞ്ഞു. അതുകൂടാതെ വേറൊരു വചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 2 കൊരിന്ത്യർ 12:9 ഇപ്രകാരം പറയുന്നു, അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അപ്പോൾ ഈ വചനം ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനിപ്പോൾ ബലഹീനതയാണ്, എന്നാൽ ഞാൻ നിരാശപ്പെടുന്നില്ല, ഭാരപ്പെടുന്നില്ല. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നു ഞാൻ അറിയുന്നു. ദൈവവചനം പറയുന്ന പോലെ ഞാനിത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞു. അതുപോലെ ഒരു വചനം പറയുന്നുണ്ടല്ലോ, നിന്റെ ഭാര യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോവാൻ സമ്മതിക്കുകയില്ല. ദൈവമക്കളെ, ഈ ലൂസ് മോഷൻ എഴുന്നേക്കാൻ വയ്യാത്ത രീതിയിലാകേണ്ടതാണ്. എന്നാൽ ആ വചനം ഞാൻ ദൈവസന്നിധാനത്തിൽ ഏറ്റു പറഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ നല്ലൊരു ശക്തി ഇങ്ങനെ വന്നു, ബലം വന്നു. കിടക്കണമെന്ന് എനിക്ക് തോന്നിയതായിരുന്നു ഇതിനു മുമ്പ്, തളർച്ച വന്നിരുന്നു. എന്നാൽ കർത്താവ് കിടക്കുവാൻ ഇടയാക്കിയില്ല. ഹസ്ബൻഡിന് ചോറെടുത്ത് നാസ്ത കൊടുത്തു, ചോറ് വിളമ്പി കൊടുത്തു. അതുപോലെ ഹസ്ബൻഡ് പോയി, ജോലിക്ക് പോയി. ഞാൻ ഇവിടെ തൂത്തു, വൃത്തിയാക്കി. അതുപോലെ പാത്രം കഴുകാനുള്ളത് കഴുകി വെച്ചു, കുളിച്ചു, എല്ലാ കാര്യവും ചെയ്ത് എൻ്റെ വയറ്റിളക്കോ ഈ സമയത്ത് കുറഞ്ഞു. 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ 16-ാം തീയതിത്തെ രാവിലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇന്ന് 16-ാം തീയതി ജൂണാണ്. ഞാൻ ഇവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുകയാണ്. ഇപ്പോൾ എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ദൈവത്തിൻ്റെ വചനം എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്ന് ഇന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിച്ചു. നമ്മൾ എബ്രായ ലേഖനം 4:12 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശേഷത അവിടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവാഴത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചേരുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നോക്കിക്കോ പ്രിയരെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്.
ഇരുവാഴ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നല്ലാതെ എന്തെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടോ? എന്നാൽ ഇത് പ്രാവർത്തികമാക്കണം. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നമ്മുടെ ഉള്ളത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവമാണ്. ഈ എല്ലാ അഴുക്കും എല്ലാ അസുഖം വന്ന ഭാഗങ്ങളെല്ലാം മുറിച്ചെടുത്ത് അത് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരത്തിലുള്ള രോഗത്തെ മുഴുവനും ദൈവത്തിൻ്റെ വചനം നമ്മുടെ സന്ധിമജ്ജകളിലേക്ക് കടന്നു ചെന്ന് അതിനെ സൗഖ്യമാക്കുന്നു. ഈ വചനം ആര് വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഇത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ സാക്ഷ്യം വലുതാണ്. എനിക്കത് കർത്താവ് ഡയബറ്റീസിൽ നിന്ന് വിടുതൽ തന്നു, ബ്ലഡ് പ്രഷറിൽ നിന്ന് വിടുതൽ തന്നു, കൊളസ്ട്രോളിൽ നിന്ന് വിടുതൽ വന്നു. ഞാൻ ഇപ്പോൾ മരുന്ന് കഴിക്കുന്നേ ഇല്ല. ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചതാണ്. ദൈവം എന്നെ സൗഖ്യമാക്കി. ഇന്ന് ഞാൻ ശരീരമായിട്ട് ആരോഗ്യവതിയായിരിക്കുന്നു. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. അതൊരു പ്രാക്ടിക്കലാണ്, അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ അനേക ദൈവങ്ങളെ വിളിച്ചപേക്ഷിച്ചു. ഏതൊക്കെ നാമം നമ്മുടെ നാവിൽ നമ്മൾ എടുത്ത് എന്നറിയത്തില്ല. എന്നാൽ യേശുവിൻ്റെ നാമം നമ്മൾ വായിലെടുക്കുമ്പോൾ പിന്നെ വേറൊരു നാമം നമ്മുടെ വായിൽ എടുക്കാൻ പാടില്ല. ഇതെല്ലാം കൂടെ മിക്സാവും. പിന്നെ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. എങ്ങനെ? യേശുവിനെ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, പിതാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എങ്കിൽ നമ്മൾ അവനെ ഹൃദയത്തിൽ വിശ്വസിക്കുക. എന്നിട്ട് വാഗുകൊണ്ട് ഏറ്റുപറയണം, യേശുവേ നീ എൻ്റെ ഹൃദയത്തിൽ കർത്താവായി കടന്നു വരണേ എന്ന് നമ്മൾ ഏറ്റുപറയേണ്ട ആവശ്യമുണ്ട്. ഇന്നു മുതൽ യേശു കർത്താവ് എൻ്റെ കർത്താവാണ് എന്ന് ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ആ കർത്താവ് സ്വീകരിക്കുമ്പോൾ ഒരു രക്ഷയുടെ അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് ദൈവവചനത്തിൽ 1 കൊരിന്ത്യർ 3:16 നമ്മൾ വായിക്കുന്നു. ഈ ശരീരത്തിൽ ദൈവം വസിക്കണം, യേശു വസിക്കും. നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുകയാണ്. പിന്നെ ആരും നമ്മളിൽ കർത്തൃത്വം നടത്തുകയില്ല. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കും. നമ്മുടെ വായിലും ഹൃദയത്തിലും ആ വചനം നമ്മൾ പ്രസ്താവിക്കുമ്പോൾ, ഏറ്റുപറഞ്ഞ് പ്രസ്താവിക്കുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കുന്നു. അതുപോലെ നമ്മുടെ സകല രോഗത്തിനും സൗഖ്യം കിട്ടുന്നു. ഇത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്യണം. ഇന്നത്തെ എൻ്റെ ആശയം കേട്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തിലും വളരെ അനുഗ്രഹമാകട്ടെ. എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, എൻ്റെ വീഡിയോ കാണുന്നു, ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാത്തിനായിട്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം കരയറ്റുന്നു. ആമേൻ.